നമ്മുടെ ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടല്ലോ. എങ്ങനെയാണിത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രസക്തമാകുക? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്താൽ എന്ത് സാമ്പത്തികമായ മെച്ചമാണ് ഉണ്ടാകുന്നത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സർക്കാർ ആശുപത്രിക്ക് പുറത്ത് ഒരു ഡയാലിസിസിന് മിനിമം 1500 രൂപയാണ്. 1500 മുതൽ 2000 രൂപ വരെ ഒരു ഡയാലിസിസിന്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചില പേഷ്യൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ്? 1500 മിനിമം കൂട്ടിയാലും 1500 ഗുണം 3 4500. ഒരു ആഴ്ചയിൽ 4500 രൂപ. ഒരു മാസം ഡയാലിസിസ് ചെയ്യുമ്പോഴോ 4500 ഗുണം 4, അതായത് 18000 രൂപ ഒരു മാസം സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ഡയാലിസിസിന് ചെലവാകുന്നിടത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ സൗജന്യമായി ചെയ്യുകയോ മിതമായ നിരക്കിലോ സ്കീമുകളിലൂടെയോ ചെയ്യപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഏതാണ്ട് 4000-ഓളം ആളുകൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ ആശുപത്രികളിൽ 55-60 ലക്ഷം രൂപയാണ്. സർക്കാർ ആശുപത്രികളിലോ സൗജന്യമായി നടക്കുന്നു. 2022 ഫെബ്രുവരി മാസത്തിലാണ് കോട്ടയത്ത് ആരംഭിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നു. ഇനി ഇത് കൂടാതെ താഴെ തട്ടിൽ 5416 ജനകീയാരോഗ്യ കേന്ദ്രം കൂടി ഈ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് അത്യാവശ്യം പരിശോധിക്കാം. സ്ത്രീകളുടെ ക്ലിനിക്കുകളുണ്ട്, അത്യാവശ്യം മരുന്നുകൾ നമുക്ക് അവിടെ ലഭിക്കും. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവം കേരളത്തിലെ സർക്കാർ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചില ശ്രമിക്കുന്നുണ്ട്. അത് കോർപ്പറേറ്റ് ശക്തികൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നാം കാണണം.